നമസ്കാരം ഗുരുജി. നമസ്കാരം. ജനനം സുഗതം മരണം കരുണം മിലനം മധുരം സ്മരണം കാലവശാന്ത സകലം കരുണ സമയാധിപതേ അഖിലം കരുണ. നമസ്കാരം ഗുരുജി, ഒരു ഹിന്ദു ആയിരുന്നിട്ട് കൂടി ഹിന്ദു ധർമ്മത്തിനെ കുറിച്ച് എനിക്ക് കാര്യമായ വ്യക്തതയില്ല. അതിനെ കുറിച്ച് ഒന്ന് കൃത്യമായി പറഞ്ഞു തരാമോ? തീർച്ചയായും. ഹിന്ദു ധർമ്മമാണ് ഏറ്റവും പഴമയുള്ള സത്യത്തിൻ്റെ പാതയിലേക്ക് നയിക്കുന്നൊരു ധർമ്മം. ഇന്ന് പലർക്കും സത്യമെന്ന് കേൾക്കുമ്പോൾ എൻ്റെ വിശ്വാസം, നിന്റെ വിശ്വാസം, ഏതാ സത്യം അല്ലേ എന്നുള്ളതാണ് ആദ്യ സംശയം. ഒന്നിനും ഞാൻ പറഞ്ഞല്ലോ, ഹിന്ദു ധർമ്മത്തിൽ ഒരിക്കലും ഒരു വിശ്വാസമില്ല. നിങ്ങൾ ഒന്നിനെയും വിശ്വസിക്കേണ്ട എന്നാണ് പറഞ്ഞത്. നമ്മുടെ എല്ലാ വേദാന്തങ്ങളും എഴുതിയിട്ടുള്ളത്. ബ്രഹ്മസൂത്രത്തിൽ പോലും ആദിശങ്കരാചാര്യർ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്താണ്? നിങ്ങൾ ഇതിനെ വിശ്വസിക്കേണ്ട, നിങ്ങൾ അനുഭവിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. തുടക്കം തന്നെ എഴുതിയിരിക്കുന്നതാണ്. അപ്പം സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ സീക്കിംഗ് ആണ്. നമ്മൾ കണ്ടെത്തുവാനാണ് പോകുന്നത്. നമ്മുടെ ശക്തി നമുക്ക് അറിയുവാനായിട്ടുള്ള മാർഗമാണ്. അപ്പം നമ്മുടെ മാർഗത്തിൻ്റെ മാർഗദർശനമാണ്. പിന്നെ പർട്ടിക്കുലറായിട്ടുള്ള വൈത്തരി ഇവിടെ വന്നു പോയപ്പോൾ, ഹിന്ദുസ്ഥാൻ നദിയിലൂടെ കടന്നു പോയപ്പോൾ ഇവിടെ ഉള്ളവരെ അല്ലേ, ഉഷാമയും ഞാനും കുറെ പേരുണ്ടെങ്കിൽ നമ്മളെ ഒരൊറ്റ പേരിട്ട് കൊട്ടപ്പുറത്തുള്ള ആൾക്കാരെന്ന് വിളിക്കുന്നത് പോലെ കുറച്ച് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് ഒരു പേര് കൊടുത്തു. പക്ഷെ ഹിന്ദു ധർമ്മത്തിൽ ഒരിക്കലും ഇന്നതിനെ വിശ്വസിക്കാൻ പറഞ്ഞിട്ടില്ല. ഒരിക്കലും ഒന്നിൻ്റെ പിന്നാലെ ചുക്കാൻ പിടിക്കാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ ഉദാഹരണമായിരുന്ന മഹാത്മാഗാന്ധി പോലുള്ള ആൾക്കാർ ധർമ്മവും അഹിംസയും രണ്ടും ഹിന്ദു ധർമ്മത്തിൻ്റെ അടിസ്ഥാനമാക്കി മാറ്റിയത്. അഹിംസ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഉള്ളിലെ കാമക്രോധ ലോപമോഹ അഹങ്കാരങ്ങളെ നമ്മൾ പുറത്തേക്ക് വിടാതെ അകത്തേക്ക് പിടിച്ചു വെക്കുവാനാണ് പറയുന്നത്. നിന്റെ ഈ കവിളിലടിക്കുമ്പോൾ ഈ കവിളും കൂടി കാണിച്ചു കൊടുക്കാൻ പറയുന്നത് എന്താണ്? അപ്പം ഓരോ സാധാരണ ജീവിതത്തിലോട്ട് പോകുമ്പോൾ ഒരു ഉറുമ്പിനെ പോലും നമുക്ക് കൊല്ലാൻ പറ്റാത്ത അവസ്ഥയെത്തും. അത്രയും അഹം ബ്രഹ്മാസ്തി, നീയും ശിവനാണ്, അതും ശിവനാന്നുള്ള ബോധമാണ് വരുന്നത്. നിന്റെ ഈശ്വരീയ ചൈതന്യം എന്നിലേക്ക് വിമർശനമായോ എന്ത് വന്നാലും അതിനെ നമ്മൾ സ്നേഹമായിട്ടുള്ള കമ്പാഷൻ പോകില്ല. അപ്പോൾ നമുക്ക് അഹിംസയുടെ പ്രാധാന്യത്തെ മനസ്സിലാകും. അതിൻ്റെ പ്രാധാന്യത്തെ നമുക്ക് നമ്മുടെ ബോധമായി മാറും. അതേപോലെ തന്നെ നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ കർമ്മത്തിന് വിമർശനം ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ തന്നെ ഒരാൾ വലിയ നല്ല ജോലി ചെയ്യുന്നു, ഒരാൾ ചെറിയ ജോലി ചെയ്യുന്നു. നമ്മുടെ മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ, മനുഷ്യൻ്റെ തെറ്റായുള്ള ധാരണയിൽ വിമർശിക്കും. ചിലപ്പോൾ അയാൾ ചെയ്യുന്ന തൊഴിൽ അയാൾക്ക് ഏറ്റവും കൂടുതൽ സമാധാനം കിട്ടുന്നതായിരിക്കും, അയാളുടെ സംതൃപ്തിയായിരിക്കും. ആ ധർമ്മത്തെ ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ് ധർമ്മത്തിൻ്റെ അടിസ്ഥാനം. എത്ര വിമർശനം കേട്ടാലും, എത്ര അതിലേക്ക് സങ്കടം ഉണ്ടായാലും അതിനെ നിർത്താതെ ധർമ്മത്തെ തന്നെ ഫോളോ അപ്പ് ചെയ്യാനാണ് പറയുന്നത്. ഇഷ്ടമുള്ള കാര്യം ചെയ്യുക എന്നാണ്. തീർച്ചയായും. ഇഷ്ടമുള്ളതെന്ന് പറയുമ്പോൾ ഹിന്ദു ധർമ്മത്തിന്റെ അടിസ്ഥാനം ഞാൻ പറഞ്ഞല്ലോ, ആത്മീയ അന്വേഷകരായിരുന്നു. ഈശ്വരീയ സാക്ഷാത്കാരമാണ് ലക്ഷ്യം. ഭാരതീയ സങ്കല്പമെല്ലാം ബുദ്ധിയെ കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഈ മണ്ണിന്റെ അടിസ്ഥാനം അതായിരുന്നു. നമ്മുടെ കാലക്രമേണ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഓരോരുത്തരും പല ധർമ്മത്തിലേക്കും തിരിഞ്ഞല്ലോ. ധർമ്മം എന്ന് പറയുമ്പോൾ ഈശ്വരീയ സാക്ഷാത്കാരം മാത്രമാണ് ധർമ്മത്തിന്റെ അടിസ്ഥാനം. അപ്പോൾ കർമ്മം ചെയ്യുമ്പോഴും ധർമ്മത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അഹിംസയോടുകൂടി ധർമ്മത്തിൽ ഉറച്ചു നിന്ന് കർമ്മം ചെയ്യുക. അവിടെ വിമർശനത്തിനെ പോലും ദൈവികപരമായി എടുക്കുക, അതിനെതിരെ പ്രതികരിക്കാതെ അല്ലേ. ഇപ്പം നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ പല രീതിയിലും ആൾക്കാർ നെഗറ്റീവായിട്ട് കാണുന്നവരുണ്ടാവും.
എന്നുവെച്ചാൽ നമ്മൾ അടുത്ത വീഡിയോ ചെയ്യാതിരിക്കുമോ? എന്തുകൊണ്ടാണ്? നമ്മൾ ധർമ്മത്തെയാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്. ധർമ്മം ശക്തിയായി മാറും. അവിടെയാണ് നമുക്ക് അഹിംസയില്ല. നമ്മൾ വിമർശിക്കാൻ പോകുന്നവർ തിരിച്ച് നമ്മൾ വിമർശിക്കാനല്ല പോകുന്നത്. ഞാൻ എൻ്റെ ധർമ്മത്തെയാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ ധർമ്മം. ധർമ്മത്തെയും അഹിംസയില്ലാതെ പോകുമ്പോൾ അവിടെ മാത്രമേ സത്യം ഉണ്ടാവുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഗുരുജി, നമ്മൾ അഹിംസ എന്ന് പറയുന്നുണ്ടല്ലോ, എല്ലാത്തിലും ശിവോപം, ശിവനെ തന്നെ കാണുക, അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയുന്നു. നമ്മളൊരു കൊതുകിനെ കൊല്ലുന്നത് വരെ ഹിംസയല്ലേ? തീർച്ചയായും ആണല്ലോ. അങ്ങനെയാണെങ്കിൽ കൃഷ്ണൻ എന്തുകൊണ്ട് അർജുനനോട് പറഞ്ഞു കൗരവരെ കൊല്ലാനായിട്ട്? ഗുരുക്കന്മാരെയും സഹോദരങ്ങളെ വരെയാണല്ലോ അവിടെ കൊണ്ടുവരുന്നത്. അപ്പൊ അത് അഹിംസയാകില്ലേ? ഞാൻ പറയട്ടെ, ആദിശങ്കരാചാര്യർ ബ്രഹ്മസൂത്രം എഴുതി. ബ്രഹ്മസൂത്രം എഴുതിയിട്ട് അദ്ദേഹം എഴുതി വെച്ചു, ഭജഗോവിന്ദ മൂഢമജേന്ന്. മൂഢനായ മനുഷ്യനെ വെച്ചാൽ ഈ ഫിസിക്കൽ ഡയമെൻഷൻ ഉള്ളത് മാത്രമേ മനുഷ്യന് ഗ്രഹിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ അപ്പുറത്തെക്കുറിച്ചുള്ള ബ്രഹ്മത്തെ പറഞ്ഞാൽ മനുഷ്യന് ഗ്രഹിക്കാൻ പറ്റില്ല. അപ്പം സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. സ്ക്രിപ്റ്റിംഗ് എന്തിനാണ്? മനസ്സിനെ ധാരണ വരുത്താൻ. ആത്മജ്ഞാനം മനസ്സിന് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു നൽകുന്നു. ആത്മാവും ആത്മമുക്തിയും ബ്രഹ്മപദമേ ഉള്ളൂ അടിസ്ഥാനപ്പെടുത്തി. പക്ഷെ ഇതിനെ വർണ്ണിച്ചു കൊടുക്കാൻ മനുഷ്യൻ ആ ഡയമെൻഷനിലേക്ക് പോയിട്ടില്ല. ധ്യാനം ഉണ്ടെങ്കിൽ ആ തത്വത്തിന് അറിയാൻ പറ്റുള്ളൂ. അപ്പം കഥകൾ പലതുമുണ്ട്. കഥകൾ പല രീതിയിലും വന്നു ചേരും. നമ്മള് കഥകളല്ലേ. ശിവോഹം എന്ന് പറഞ്ഞു. ശിവോഹം എന്താണ്? ശൂന്യമാണ്. ശൂന്യതയിൽ എവിടെയാണ് ഇരിക്കുന്നത്? കൃഷ്ണൻ കൊന്നിട്ടുണ്ടാകും. കൃഷ്ണനെ ഫോളോ അപ്പ് ചെയ്യുന്നതും കൊല്ലാനും പറ്റുമായിരിക്കും. പക്ഷേ ആന്തരിക ഘടനയിലേക്ക് യോജിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് ആ കമ്പാഷൻ, ലവും സ്നേഹത്തിന്റെ അടിസ്ഥാനം എന്താണെന്നുള്ളത്. അവിടെ നമ്മൾ കൃഷ്ണനെയും വിളിക്കും. കൃഷ്ണനുണ്ടാകുന്ന ആനന്ദം കൊണ്ട് എനർജികളിലാണ് നമ്മൾ എത്തുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഒന്നിനെയും വിശ്വസിക്കരുത്, നോട്ട് എ ഫോളോയിങ്. നിങ്ങൾ ഒന്നിൻ്റെയും ചുക്കാൻ പിടിക്കരുതെന്ന് പറയുന്നത്. നിങ്ങളിൽ അതല്ലേ തെറ്റിദ്ധാരണ. ഞാൻ പറഞ്ഞല്ലോ 100-300 വർഷങ്ങൾക്ക് മുൻപ് തൊട്ടാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. ഇവിടെ ഹിന്ദു മതം ഒരു വിശ്വാസമല്ലായിരുന്നല്ലോ. പല വിശ്വാസി മതങ്ങളും വിശ്വാസത്തെ അടിച്ചേൽപ്പിച്ച സമയത്ത് ഇവിടെ ആൾക്കാർക്ക് വിശ്വാസം വേണം. ആചാര്യന്മാർക്ക് അനുഭവമില്ല. ആചാര്യന്മാര് എനിക്ക് എൻ്റെ ധർമ്മത്തെ രക്ഷിക്കണം എന്നുള്ള അവരുടെ ആകർഷണമാണ് ധർമ്മത്തിനോടുള്ള ആ അനുഭവമല്ല. ആകർഷണത്തിൽ അവർ പലതും പറയും. കൃഷ്ണൻ കൗരവരെ കൊന്നു, അവർക്ക് മാർഗനിർദ്ദേശം കൊടുത്തു, പലതും പറയും. പക്ഷെ അടിസ്ഥാനത്തിൽ ഇതൊന്നും അല്ല ഉണ്ടാകുന്നത്. വർഷിപ്പ് വ്യത്യാസമാണ്. അതൊക്കെ ഒരു സ്ക്രിപ്റ്റിംഗ് ആണ്. എൻ്റെ കാഴ്ചപ്പാട് ഇതാണ് സത്യം. അപ്പോൾ വസുദേവ കുടുംബകം എന്ന ആ ഒരു കൺസെപ്റ്റിലൂടെ നോക്കുമ്പോൾ സനാതന ധർമ്മം ഒരു തത്വം, ഒരു ജീവിതത്തിലെ ഒരു മൂല്യം ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തനിയെ വരും എന്നുള്ളതിലേക്കല്ലേ പോകുന്നത്. അഹിംസ, കാരണം അഹിംസയെ കുറിച്ച് പറഞ്ഞു. അഹിംസ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി സത്യത്തിലേക്കും ധർമ്മത്തിലേക്കും പോകും. ആ രീതിയിൽ നമ്മൾ ആ സുപ്രീം കോൺഷ്യസിനെ തിരിച്ചറിയാൻ സാധിക്കും എന്നതിലേക്കാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ എൻ്റെ രീതിയിൽ എനിക്കൊരിക്കലും ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ വസുദേവ കുടുംബകം എന്ന് പറയുന്നത് പോലും എൻ്റെ ആശയത്തിലില്ല. എല്ലാവരും ഒരുമിച്ച് ഒരു കമ്മ്യൂണിറ്റി ആവണമെന്ന് എനിക്കൊരിക്കലും ഇല്ല. പക്ഷെ എല്ലാവരും വെൽബീയിങ്ങോട് ഇരിക്കാന്നേ ഉള്ളൂ. ഏതൊരു വ്യക്തിക്കും ധ്യാനം ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അവനവൻ ഏത് കർമ്മവും ചെയ്തോട്ടെ. ഇപ്പോൾ കൃഷ്ണൻ്റെ തന്നെ പറയുന്ന ഭഗവത്ഗീതയിൽ പറയുന്നത് എന്താണ്? യോഗസ്ഥ കർമാണി എന്നാണ് പറയുന്നത്. യോഗ ആദ്യമേ, രണ്ടാമത് കർമ്മം എന്നുള്ളത്. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും എൻ്റെ ധ്യാനത്തിലൂടെ മനസ്സിലാക്കിയതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരാളെ കൊന്നു എന്ന് പറയുമ്പോൾ ഒരിക്കലും എൻ്റെ ലോജിക്കൽ മൈൻഡ് ചിലപ്പോൾ അതിൻ്റെ പിന്നാലെ ചുക്കാൻ പിടിച്ചാലും എൻ്റെ സ്പിരിച്വൽ എനർജീസ് അല്ലെ സ്പിരിച്വൽ എനിക്കറിഞ്ഞിട്ടുള്ള തലങ്ങൾ അതിൻ്റെ പിന്നാലെ പോകില്ല. എന്തൊരു ബ്രഹ്മസൂത്രം ആദിശങ്കരാചാര്യർ രചിച്ചതാന്ന് പറഞ്ഞാലും ആ പറയുന്ന കാര്യം എൻ്റെ ഉള്ളിൽ വെളിച്ചമാകുന്നുണ്ടെങ്കിൽ ഞാനത് പുറത്തേക്ക് പറയുള്ളൂ. അല്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ മാത്രം കാഴ്ചപ്പാടാണെന്ന് എനിക്ക് പറയേണ്ടി വരും. അപ്പം നമ്മൾ പറയുന്ന ഉപരി തന്നെ നമ്മളെ ലോജിക്കൽ സെൻസ് വെച്ചുകൊണ്ടല്ല. ഇപ്പം കൃഷ്ണൻ അങ്ങനെ പറയുമ്പോൾ പോലും ശരിയാണ്, ധ്യാനമുണ്ടെങ്കിൽ ചെയ്യുന്ന കർമ്മം. ഇപ്പം അഹിംസ എന്ന് പറഞ്ഞു പഠിക്കേണ്ട കാര്യമല്ല, ഉത്ബോധത്തിലുള്ള അവസ്ഥയാണ്. ഈ പ്രകാശത്തിലുള്ള അംശങ്ങളാണ് ഇതെല്ലാം തന്നെ. അപ്പോൾ ഈ പ്രകാശത്തിൽ വരുന്ന തത്വങ്ങളെല്ലാം തന്നെ വരുമ്പോൾ ഏതൊരു വ്യക്തിക്കും ഏതൊരു കർമ്മം ചെയ്യാം. ഏത് കർമ്മം ചെയ്യുമ്പോഴും ശരി എന്ത് തെറ്റെന്നുള്ള രീതിയുള്ളൂ. അവിടെ നമുക്ക് എങ്ങനെ വേണേലും അല്ല, ഞാൻ പറയുന്നത് പോലെ ലോകമെല്ലാം ധ്യാനത്തിൻ്റെ വക്കിലേക്ക് വരുമ്പോൾ അവർക്ക് ഒരു കുടുംബമാണോ, ഏതൊരു കുടുംബത്തിൻ്റെ ഒപ്പം ജീവിക്കാനോ
ഒക്കെ പറ്റും. അതിനൊന്നും ഒരു പ്രശ്നമില്ല. നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ രീതിയിലല്ല ഞാൻ സംസാരിക്കുന്നത് ഒരിക്കലും. ഒരു കുടുംബമാകാനല്ല പറയുന്നത്. പക്ഷെ നിങ്ങളെല്ലാം ഒന്നാണ്. അതെ, അതുകൊണ്ട് എല്ലാവരും ഒന്നാണ്. ഇതൊരിക്കലും ഒരു പറച്ചിലല്ല, റിസൾട്ടാണ്. 10 മിനിറ്റ് നേരം രാവിലെയും പകലും നിങ്ങൾക്ക് ധ്യാനം ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കാലക്രമേണ നിങ്ങളതായി തീരുവാണ്. ആ റിസൾട്ടിനെ നോക്കിയാൽ മതി. പിന്നെ എനിക്ക് വേറൊരു സംശയമുള്ളത്, ഗുരുവായൂർ അമ്പലത്തിൽ പോലെയുള്ള ചില ക്ഷേത്രങ്ങളിലെല്ലാം അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ട്? അതിന്റെ ഒന്നാമത്തെ അടിസ്ഥാനം എന്ന് പറയുന്നത്, ചില പർട്ടിക്കുലർ ആയിട്ടുള്ള ഡിവൈൻ വർഷിപ്പ് ചെയ്യുമ്പോൾ ചില പർട്ടിക്കുലർ ആയിട്ടുള്ള വിഭാഗത്തിലുള്ള ആൾക്കാർക്കാണ് അവിടെ ധ്യാനം ചെയ്യാനും അവിടെ അതിനുള്ള എനർജി റിസീവ് ചെയ്യാനും പറ്റുന്നത്. ബ്രഹ്മത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാം ബ്രഹ്മമാണ്. പക്ഷെ തന്ത്രയിലേക്ക് വരുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതികൾ വരും. ഒരു എനർജിയിൽ തന്നെ പല മാർഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങളാണല്ലോ. പർട്ടിക്കുലർ ആയിട്ടുള്ള പല താന്ത്രിക വർഷിപ്പിലും ഡിഫറെൻ്റ് എനർജീസ് വരും. പക്ഷേ ഗുരുവായൂർ അമ്പലത്തിനെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള എൻ്റെ കാഴ്ചപ്പാടിൽ അവിടുത്തെ എനർജി അനാഹതയാണ്. എനർജി കോൺസെൻട്രേഷൻ ചെയ്യുന്നത് എന്തിനാണ്? സാധനയുള്ള ആൾക്ക് പോയിട്ട് അവിടെ കൂടെ സാധനയുടെ അടുത്ത മറുഘട്ടത്തിലേക്ക് കടക്കാനാണ്. അനാഹതയിലൂടെ വിശുദ്ധിയിലേക്ക് കയറാനായിട്ടാണ് ആ എനർജി യൂസ് ചെയ്തുകൊണ്ട്. ആ എനർജി യൂസ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ സാധനയുടെ മാർഗത്തിലും ധ്യാനത്തിൻ്റെ മാർഗത്തിലും നോക്കുമ്പോൾ ഗുരുവായൂർ പോലുള്ള ക്ഷേത്രം എൻ്റെ കാഴ്ചപ്പാടിൽ എല്ലാവർക്കും സാധനയുള്ള സ്പേസാണ്. എല്ലാവർക്കും സാധനയുള്ള സ്പേസാണ്. ഞാൻ പറഞ്ഞതുപോലെ പറഞ്ഞില്ല, പല വിശ്വാസങ്ങളും പൊങ്ങി വന്നപ്പോൾ നമുക്കും ഒരു വിശ്വാസം വേണമെന്ന് നമ്മൾ ചുക്കാൻ പിടിച്ചു പോയതാണ്. അപ്പൊ നമുക്ക് ആ വിശ്വാസത്തിലുള്ളവരെ മതി എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് അങ്ങനെയുള്ള കാര്യം വന്നു ചേർന്നത്. ഗുരുവായൂരമ്പലം അറിയാമല്ലോ, ഗുരുവായൂരാണ്. ആ പ്രാണനിൽ പോലും ബ്രഹ്മബോധമാണ്. ആ ക്ഷേത്രത്തിലെ ധ്യാനം പ്രത്യാഹാരയ്ക്കുള്ള വഴിയാണ്. 5 ഇന്ദ്രിയങ്ങളും അകത്തേക്ക് ആത്മാവിലേക്ക് ലയിക്കുമ്പോൾ ആണ് നമ്മുടെ ഈ ഡയമെൻഷൻ്റെ അപ്പുറത്തെ ഡയമെൻഷനായ ബ്രഹ്മമുള്ള പദത്തെ നമുക്ക് അറിയാൻ പറ്റുന്നത്, ജ്ഞാനത്തെ. ഇപ്പം മുക്തിയിലേക്കുള്ളൊരു ക്ഷേത്രമാണത്. അത്രയും മനോഹരമായുള്ള ക്ഷേത്രത്തിൽ ഏതൊരു ധർമ്മത്തിലുള്ള ആൾക്കും ധ്യാനം ചെയ്യും. എൻ്റെ കാഴ്ചപ്പാട് ഏതൊരു മതത്തിൽ വിശ്വസിക്കുന്നവർക്കും ആ വിശ്വാസം വിട്ട് ഞാൻ ആത്മാവെന്നുള്ള ശുദ്ധബോധം, ശരീരവും മനസ്സുമല്ല എന്നുള്ള ബോധത്തിൽ പോയുള്ള ആർക്ക് വേണമെങ്കിലും ധ്യാനം ചെയ്യാം. അതിന് പറ്റിയ ക്ഷേത്രമാണ് എൻ്റെ കാഴ്ചപ്പാടിൽ. കൂടുതൽ പറയാനായിട്ടുള്ള അവിടെ നമുക്കില്ലല്ലോ. അതൊക്കെ വലിയ വലിയ താന്ത്രികമാരും അല്ലെ പൂജാരിമാരും ആണല്ലോ ബാക്കിയുള്ളതെല്ലാം നിശ്ചയിക്കുന്നത്. പിന്നെ മറ്റൊന്ന്, ശബരിമല ക്ഷേത്രത്തിൽ ചില പ്രത്യേക സമയങ്ങൾ വയസ്സിന്റെ അടിസ്ഥാനത്തിൽ ഒരു കുട്ടിക്ക് 10 വയസ്സ്, പെൺകുട്ടിയാണെങ്കിൽ 10 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ശബരിമലയിലേക്ക് പ്രവേശനമില്ല. പിന്നെ 60 വയസ്സ് കഴിഞ്ഞാലേ ഉള്ളൂ. അപ്പൊ അതെന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞല്ലോ, ശബരിമല പോലുള്ള ക്ഷേത്രം എന്ന് പറയുന്നത് മാന്ത്രിക വിദ്യകൾ നടന്നിരിക്കുന്ന ക്ഷേത്രങ്ങളാണ്. മാന്ത്രികത്തില് സ്ത്രീക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ്. സ്ത്രീയുടെ ഒരു കാലഘട്ടം പറഞ്ഞല്ലോ, വയസ്സിൻ്റെ ആ സമയത്താണ് അവർക്ക് മെൻസ്ട്രുവൽ ബ്ലഡ്. അവർ ആർത്തവ രക്തം എന്ന് പറയുന്നത് വളരെ ശക്തിയാണ് സ്പിരിച്വാലിറ്റിയിൽ. ആ എനർജി അവരിൽ കടന്നു പോകുന്ന കാലഘട്ടങ്ങളിൽ ഇതുപോലെ മാന്ത്രിക വിദ്യകൾ നടക്കുന്ന ക്ഷേത്രത്തിലേക്ക് ചെല്ലുന്ന സമയം അവർക്ക് ഫയറിംഗ് ഉണ്ടാവും. അവർക്ക് കുണ്ടലിനി ചൈതന്യം മുകളിലോട്ട് ഉയരും. ശബരിമലയിൽ ഒരു പുരുഷൻ പോകുമ്പോൾ 41 ദിവസം ശുദ്ധമായി വ്രതമെടുത്ത് കറുത്ത വസ്ത്രം ധരിച്ച് പല രീതിയിലുള്ള റിച്വൽസ് ഫോളോ അപ്പ് ചെയ്ത്, അതേസമയം സാധന എന്ന് വെച്ചാൽ എന്താണ്? ഫയറിംഗ് ആണ്. നട്ടലിനെ അഗ്നിയോളം ജ്വലിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ അതുപോലുള്ള ഉയർന്ന സ്ഥലത്തേക്ക് പോകേണ്ടത്. വെറുതെ പരീക്ഷിക്കാൻ പോകുന്ന കാര്യമല്ല ഞാൻ പറയുന്നത് എൻ്റെ വാക്കുകളിൽ. പർട്ടിക്കുലർ ആയിട്ടുള്ള സാധന ചെയ്തുകൊണ്ട് ശബരിമലയിൽ ഒരു സ്ത്രീ പോയി കഴിഞ്ഞാൽ അവർ കത്തും. അവരുടെ പ്രാണൻ സുഷ്മാനാടി എന്ന് പറയുന്ന സാസാരയിലേക്ക് വന്നു ചേരും. അങ്ങനെ എത്തുന്ന സമയത്ത് എന്തുണ്ടാവും? നമുക്കൊരു സ്ത്രീക്ക് അറിയാമല്ലോ, അവിടെ ഒരു കുടുംബത്തിൻ്റെ പല ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് പോകുന്ന ഒരാളാണ്. ഒരു പുരുഷനെ പോലെ പെട്ടെന്ന് ഈശ്വരീയ സാക്ഷാത്കാരം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ സാഹചര്യത്തിൽ അതിന് ഒത്തുവരുന്ന ഒരു സമൂഹമല്ല, അവർക്ക് വിമർശനമാകുന്ന ഒരു സമൂഹമായിരിക്കും ചുറ്റിനുമുള്ളത്. ആ സമൂഹത്തിൻ്റെ മുന്നിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കുറച്ച് പാടുപെടും. അതുകൊണ്ടാണ് അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ക്ഷേത്രങ്ങളിൽ പോകണ്ടെന്ന് പറയുന്നത്. ശബരിമലയിൽ അറിയാലോ, ശാസ്താവ് ഈ കാലക്രമേണ വന്നത്. ശാസ്താവിൻ്റെ പേരെന്താ? ചാത്തൻ എന്നാണ്. അവിടെ കുരുതി നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഇന്ന് മകരജ്യോതിക്ക് ശേഷം അവിടെ കുരുതിയുണ്ട്. ആ കുരുതി എന്ന് പറയുന്നത് പണ്ടെന്താണ്? ബലിയായിരുന്നു. ഇപ്പം ബുദ്ധമതത്തിൽ അറിയാം, ബുദ്ധമതത്തിൽ ഏറ്റവും ഉയർന്ന താന്ത്രിക വിദ്യയുള്ള ഞാൻ പറഞ്ഞിട്ടുള്ള പത്മശാംഭവൻ ബുദ്ധന്റെ ഡിസൈബിൾ ആണ്. ആ രീതിയിൽ ഡാകിനി
ബുദ്ധന്റെ അടുത്തും വലതും ഇടതും ഒഴിക്കുന്ന ആളാണ് ഡാഗിനി. ഡാഗിനി എന്ന് പറയുന്നൊരു മന്ത്രവാദ വിദ്യയാണ്, താന്ത്രിക രീതിയിലുള്ള ഒരു വിദ്യയാണ്. എന്തുകൊണ്ടാണ്? സ്പിരിച്വൽ എനർജി പെട്ടെന്ന് കിട്ടാനായിട്ട്. ഞാൻ പറഞ്ഞതുപോലെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈശ്വരീയ സാക്ഷാത്കാരം വരില്ല. അതിനൊരു ലഹരി വേണം. ഈ ജ്ഞാനത്തിന് ഒരു അട്രാക്ഷനേ ഉള്ളൂ. ഞാൻ പറയുന്നതിൽ അട്രാക്ഷൻ അല്ല, ഒരു കിറുക്കമുണ്ട്, ഒരു ലഹരിയുണ്ട്. ഈ ലഹരി അങ്ങോട്ട് കൂടുമ്പോൾ മാത്രമേ ആ ഫീലിംഗ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതിന് ഇതുപോലുള്ള സ്പിരിച്വൽ എനർജീസിൻ്റെ സപ്പോർട്ട് നമുക്ക് വളരെ വലുതാണ്. അതുകൊണ്ടാണ് ചാത്തനാണെങ്കിലും ഇതൊന്നും നമ്മൾ നെഗറ്റീവായിട്ട് പറയാത്തത്. അതൊക്കെ സ്പിരിച്വൽ, നിങ്ങളുടെ ബ്രഹ്മബോധത്തിലേക്ക് അടുപ്പിക്കാനായിട്ടുള്ള മാർഗമാക്കി മാറ്റുവാനായിട്ട് പറയുന്നത്. അപ്പം സ്ത്രീകൾക്ക് പ്രവേശനം ഇന്ന രീതിയിലുള്ള പ്രാക്ടീസ് നടന്നിട്ടുള്ള ക്ഷേത്രമായതുകൊണ്ടാണ് അവിടെ നിരോധിച്ചിരിക്കുന്നത്. പിന്നെ ഈ മാർഗദർശനത്തിൽ പോകുന്ന സാധന, അതിന്റെ പൂർത്തീകരണത്തിന് ലക്ഷ്യം കാണുന്നത് വരെ ആ സാധനയിൽ ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കണമെന്ന് പറയുന്നുണ്ട്. അതിനെ കുറിച്ചൊന്ന് പറഞ്ഞത്. തീർച്ചയായും സ്പിരിച്വൽ യാത്ര എന്ന് പറയുമ്പോൾ സാധനയുടെ രീതി. ഇപ്പോൾ ഒരു കൊച്ചുകുട്ടി സ്കൂൾ എഡ്യൂക്കേഷനിൽ കിടക്കുമ്പോൾ 1ാം ക്ലാസ് 2ാം ക്ലാസ് 3ാം ക്ലാസ് ഇതിലൊക്കെ ഉണ്ടാകുന്ന അനുഭവമായിരിക്കില്ല ഒരു കോളേജ് എഡ്യൂക്കേഷനിൽ എത്തുന്ന സമയത്ത്. അവിടെ നിന്ന് PhDയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം വേറെ ആയിരിക്കും. അതേപോലെ പർട്ടിക്കുലറായിട്ടുള്ള സാധന ചെയ്തു പോകുമ്പോൾ നമ്മുടെ ആത്മബോധം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിഫറൻ്റ് ആയിട്ടുള്ള സ്പിരിച്വൽ തലങ്ങൾ നമ്മൾ അനുഭവിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും വന്ന് ഒരു സ്റ്റോപ്പിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഉയർന്ന തട്ടിലേക്ക് പോകുന്നില്ല, അവിടെ ബ്ലോക്കാണ് ഒരിക്കലും. അതുകൊണ്ട് ആദിശങ്കരാചാര്യോട് എല്ലാ ജ്ഞാനബോധവും കിട്ടിയിട്ട് അദ്ദേഹം കൈലാസം വീണ്ടും കയറാൻ പോയെന്നുള്ള കഥ നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരു സമുദ്രമാണ്. ആ അനുഭവ തലങ്ങൾ കൊണ്ടുപോകുമ്പോഴാണ് നമ്മൾ വളരുന്നത്, ഏറ്റവും ഉയർന്ന തട്ടിലേക്ക് അടുത്ത് കയറുന്നത്. അതുകൊണ്ടാണ് സ്പിരിച്വൽ ജേണിയിൽ 5ാം ക്ലാസ്സിൽ എത്തുമ്പോഴേ ഞാൻ എല്ലാത്തിനെയും മനസ്സിലാക്കി, ബ്രഹ്മവും വൃത്തിയാണല്ല, ഞാൻ അറിഞ്ഞില്ലേ, എൻ്റെ ജ്ഞാനം വന്നില്ലേ, എന്നാൽ അതിൽ ഉറച്ചിരിക്കാന്ന് ചിന്തിക്കും മണ്ടത്തരം പറ്റുന്നത്. അവിടെയും നിർത്തരുത്, അവിടെയും കഠിന സാധന ഇത് ഉയർന്നു പോകണം. അപ്പോഴാണ് ഉയർന്നുവരുന്ന തട്ടുകളിലേക്ക് മാനം തുറക്കപ്പെടുന്നത്. സ്പിരിച്വൽ ജേണിയിൽ ഒരിക്കലും എവിടെ എത്തിയെന്നുള്ളത് സ്റ്റോപ്പ് ചെയ്യരുത്. ആ കടലിലേക്ക് നമ്മൾ ഇറങ്ങണം, അത് സഞ്ചരിക്കണം, അവിടെ ഫയറായി എപ്പോഴും കത്തണം. എവിടെയെങ്കിലും വെച്ച് ഞാനെല്ലാം തികഞ്ഞു എന്നും ചിന്ത വന്നാൽ നിന്ന് പോകും ആ യാത്ര. അവിടെ സ്റ്റോപ്പ് പാടില്ല. പറഞ്ഞില്ല, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി കോളേജിലെത്തുന്നതിന് മുമ്പേ ഞാൻ പഠിച്ചു കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്നത് മണ്ടത്തരമാണ്, ലോജിക്കൽ മൈൻഡിൽ. അതേപോലെ സ്പിരിച്വലിറ്റി വരുമ്പോൾ സ്പിരിച്വൽ യാത്രയിൽ ഒരിക്കലും സ്റ്റോപ്പിങ് പാടില്ല. തട്ടെത്തുക, നിങ്ങളുടെ പ്രാണൻ 7ാം ചക്രത്തിൽ എത്തിയിട്ട് പൊട്ടണം. അവിടെ നിന്ന് നിങ്ങൾക്ക് ശരീരവും മനസ്സും താങ്ങരുത് നിങ്ങളുടെ ഊർജത്തെ. ഈ ശരീരവും മനസ്സും സത്യത്തിനെ പൂർണ്ണമായിട്ടും അനുഭവിച്ചറിഞ്ഞ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വൈബ്രേഷൻ പോകണം പുറത്തേക്ക്, ആൾക്കാരിലേക്ക്, നിങ്ങൾ ആത്മാവെന്നുള്ള ഊർജം. ആ ഊർജത്തെ പോയി കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ സത്യത്തിൽ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ യാത്ര ആ പ്രകാശത്തിലേക്ക് അടുപ്പിക്കണം. സാധാരണ ജനങ്ങൾക്ക് ഈ സാധനാ മാർഗത്തിലൊക്കെ കടന്നു പോകുമ്പോൾ പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുമ്പോഴാണ് കൂടുതൽ പെരുന്നു പോകുന്നത്. അതിനെ എങ്ങനെ തരണം ചെയ്യണമെന്ന് പറഞ്ഞു തരുമോ? എപ്പോഴും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ തന്നെ നല്ലതാണ്, ഏറ്റവും നല്ലതാണ്. പുറമേ നിന്ന് വന്നിരിക്കുന്നതാണ് നമ്മളിപ്പം കുറച്ചുകൂടി സ്വീകരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് എന്താ പുറമേ എന്ന് വെച്ചാൽ വിദേശ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് വന്ന് മനസ്സിനെ എപ്പോഴും പോഷിപ്പിപ്പെടുത്താം. പോസിറ്റീവായി തിങ്ക് ചെയ്യാം. പോസിറ്റിവിറ്റിയാണ് ഏറ്റവും വലിയ നെഗറ്റിവിറ്റി. ദുഃഖം വരുമ്പം ഇതൊന്നും കടന്നു പോകും, ഇത് ഈ നിമിഷത്തിലുള്ളൊരു പ്രയാസമല്ലേ എന്ന് പറഞ്ഞ് ആ പ്രയാസത്തിനെ വളച്ചൊളിച്ച് മനസ്സിനെ ഒരുമാതിരി വല്ലാത്ത അവസ്ഥയിലെത്തിക്കുന്നത്. ഇപ്പം ഞാനിവിടെ ഇരിക്കുന്നു, ഞാൻ ഇന്നിട്ട് നിന്നിട്ട് എനിക്ക് പുറമേ നിന്നൊരു പുള്ളിങ് കിട്ടുന്നു, ഒരു തെള്ള് കിട്ടുന്നു. ആ തെള്ളില് എൻ്റെ ഉള്ളിലുണ്ടാവുന്ന എന്താണ്? കത്തലാണല്ലേ. അതിൽ വേണം എനിക്ക് ഓടാം, അതിൽ വീണാലും ഞാൻ ഉറങ്ങത്തില്ല, ആ വേദന കൊണ്ട് ഇന്നിട്ടിരിക്കും. ഞാൻ ഉണർന്നായിരുന്നു ഇരിക്കുന്നത്. അതേപോലെ ഉണർവിലേക്കുള്ളൊരു അതിനുള്ളൊരു മാർഗമാണ് എപ്പോഴും വേദന, ദുഃഖം എന്ന് പറയുന്നത്. അതിനെ അതേപോലെ ഉൾക്കൊള്ളുക, അതേപോലെ അതിനെ സ്വീകരിക്കുക. എത്രയോ യോഗികളാണെന്നറിയാം വിഷമിച്ച് ആത്മമുക്തിയിലേക്ക് പോയിരിക്കുന്നത്. ഇപ്പം ശ്രീരാമ പരമഹംസം പറഞ്ഞിട്ടുണ്ട്, 24 മണിക്കൂർ നിങ്ങൾക്ക് ദൈവത്തിന് വേണ്ടി കരയാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഈശ്വരനെ വളരെ എളുപ്പമാണ് ദർശനം എന്നുള്ളത്. പക്ഷെ ബോധം നിങ്ങൾക്ക് വേഗം കിട്ടുക.
എന്തുകൊണ്ടാണ്? ആ ഇൻറ്റൻസിവിറ്റി. അപ്പോൾ ദുഃഖത്തിലിരുന്നാലാണ്, അല്ലെങ്കിൽ ആ പ്രയാസം വരുമ്പോഴാണ് നമുക്ക് പ്രവർത്തിക്കാനുള്ള ശക്തമായ ഊർജം വരുന്നത്. അവിടെ മനസ്സിനെ പോഷ്ടിപ്പെടുത്താൻ നോക്കരുത്, ശരീരത്തിന് വേണ്ടി ആനന്ദം കണ്ടെത്താൻ പോകരുത്. അതിനെ ആ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അവിടെ നിന്ന് ശ്രമിക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ ആത്മീയ യാത്ര വളരെ വലുതാവും. ഈശ്വരീയ സാക്ഷാത്കാരം വളരെ എളുപ്പത്തിൽ കിട്ടും. ഇനി ഭൗതിക ജീവിതത്തിലാണെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് കൂടും. ഇപ്പം നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി തന്നെ ശ്രദ്ധിക്കാം. അദ്ദേഹം ഒരു ചായക്കടക്കാരനായിരുന്നു അല്ലേ? അദ്ദേഹത്തിൻ്റെ മാർഗത്തിൽ അല്ലെ, അദ്ദേഹം ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അത് പല ആൾക്കാരും, ഇന്ന് എനിക്കറിയാം, പല ആൾക്കാരും എൻ്റെ രീതിയിൽ വരും, പല രാഷ്ട്രീയ രീതിയിൽ പറയുമ്പോഴും ഗുരുജി എനിക്ക് ഇന്ന രീതിയിൽ കേരളത്തിൻ്റെ ഇതാവാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്ത്യയുടെ പല രീതിയിലുള്ള സേവ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പം ഫിനാൻഷ്യലിയും അധികം ബന്ധങ്ങളും ഇല്ലാത്തതാണ് അവരുടെ മാർഗത്തെ കാണുന്നത് എങ്ങനെയാണ്? പൈസ, ബന്ധങ്ങൾ, ഇതിലൊക്കെയാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ അണ്ടർസ്റ്റാൻഡിങ് ആണ്. എൻ്റെ പൈസ ഇല്ല, അടുത്ത് എന്ത് ചെയ്യണം. മറ്റുള്ളൊരു ഹോബി ചിന്തിക്കുമ്പോൾ പ്രയാസങ്ങൾ വരുന്നത് അവിടെ നിന്ന് ഉറച്ച് തീരുമാനങ്ങളെടുത്ത് പ്രവർത്തിക്കാനാണ്. അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. ഇന്ന് മനുഷ്യൻ്റെ ഏറ്റവും ദുഃഖത്തിലുള്ള കാര്യം എന്താ? അവൻ്റെ പ്രതീക്ഷകളാണ്. അവൻ്റെ പ്രതീക്ഷയാണ് അവൻ്റെ ദുഃഖത്തിലേക്ക് നയിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? അവൻ്റെ ദുഃഖത്തെ അവൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാത്തത് കൊണ്ടാണ്. അവൻ അവിടെ ഉറച്ചു നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവന് ലക്ഷ്യത്തിലെത്താൻ വൈകുന്നത്. മാനസിക ധൈര്യം ഇല്ലാഞ്ഞിട്ടല്ലേ? മാനസിക ധൈര്യം ഇല്ലാഞ്ഞിട്ടല്ലേ? അത് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നതായതുകൊണ്ടല്ലേ? അല്ലേ? നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നതല്ലേ? മനസ്സ് ദുഃഖിച്ചു അല്ലെ? നമ്മൾ കേട്ടിട്ടുള്ള കാര്യം എന്താ? ഇപ്പം പണമില്ലാത്തത് ഒരു ദുഃഖമാണെന്ന് പറഞ്ഞു പഠിപ്പിച്ചതല്ലേ? കാശിക്കും വാരണാസിനോട് പോയി നോക്കി, ആനന്ദം കൊണ്ട് വസ്ത്രം പോലും ഇല്ലാതെ ആനന്ദിച്ചിരിക്കുന്ന കുറേ ആത്മാക്കളെ കാണാവും. അപ്പോൾ അവർക്ക് പണവും വീടും കാറും അവർക്ക് പ്രശ്നമില്ലാതെ എന്തുണ്ട്? ആത്മാവിന്റെ നേച്ചർ ഇതൊന്നുമല്ല. അതുകൊണ്ടാണ് പറയുന്നത്, പറയും എനിക്ക് പൈസ ഇല്ലാത്തതിൻ്റെ ഏറ്റവും വലിയ ദുഃഖം, പൈസ വന്നാൽ ഞാൻ സാധനത്തിനകത്ത് കുറവാണ്, അല്ലെങ്കിൽ എനിക്ക് ഇത്ര കുറച്ച് കാര്യമുണ്ട്, അപ്പം എനിക്ക് മനസ്സിന് ആശ്വാസം കിട്ടും, അപ്പം ഞാൻ ആത്മീയതയിലേക്ക് കടക്കും. എത്ര വിട്ടിത്തര പറയുന്നത്? ആത്മാവിന്റെ നേച്ചറേ അല്ല, മനസ്സിനെ അങ്ങനെ പരിശീലിപ്പിച്ചേക്കുക. അപ്പോൾ പൈസ ഇല്ലാത്തതും വീടില്ലാത്തതും കാറില്ലാത്തതും ഒക്കെ നമുക്ക് ദുഃഖമുണ്ടോ? ഒരിക്കലുമില്ല. മനസ്സ് അതുമായിട്ട്, മനസ്സിനെ നമ്മൾ പറയും, മനസ്സെന്ന് വെച്ചാൽ എന്താ? അതിനൊന്നും തിരിച്ചറിയാത്ത ഒന്ന്. അതിനെ നമ്മളാണ് പറഞ്ഞു പഠിപ്പിച്ചിരിക്കുക. അല്ലെ കേട്ട് നമ്മുടെ മനസ്സിലേക്ക് ഉറച്ചിരിക്കുകയാണ് ഇതൊക്കെയാ ശരീരം. ദുഃഖം വരാൻ പാടില്ല. ദുഃഖം ഏറ്റവും മോശപ്പെട്ടൊരു അവസ്ഥയാണ്. ദുഃഖമാണ് ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായുള്ള നിമിഷം. അവിടെ നിന്ന് മാത്രം നിങ്ങൾക്ക് ഈശ്വരീയ സാക്ഷാത്കാരത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. എപ്പോഴും ഈശ്വരൻ എന്ന് വെച്ചാൽ അല്ലേ, ഈശ്വര സങ്കല്പം തന്നെ എന്താണ്? ഈശ്വരീയ സാക്ഷാത്കാരത്തിലേക്കുള്ള വഴികൾ പല രീതിയിൽ തുറക്കപ്പെടുന്നത് ഇങ്ങനെയാണ്. അല്ലെ ഒരു മനുഷ്യ ആത്മാവിന്റെ ഒരു അല്ലെ ജീവൻ എടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? കാറിനും വീടിനും വേണ്ടിയിട്ടാണോ? അതെ. അപ്പം അതിനുവേണ്ടി ഒരു പുഷിങ് കിട്ടണ്ടേ? അതിന്റെ പ്രകൃതിയായിട്ട് എടുക്കുന്ന അവസരങ്ങളെ അതിനെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോഴല്ലേ ഈ ശരീരവും മനസ്സും അല്ല എന്നുള്ള ബോധം എത്തിച്ചേരുന്നത്. ഞാൻ പറയാലോ, ഇതിന് ഏറ്റവും ഉദാഹരണമായിട്ടൊരു മനുഷ്യനാണ് സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ പല രീതിയിലുള്ള പ്രയാസങ്ങൾ വന്നപ്പോഴും അദ്ദേഹത്തിന്റെ അമ്മ വളരെയേറെ ഒരു വിശ്വാസിയായിരുന്നു. ആ വിശ്വാസം അദ്ദേഹത്തിന് തെള്ളി പറയേണ്ടി വന്നു. അദ്ദേഹം മനസ്സിലായ ദൈവവും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം, ഒരു ദൈവിക ചൈതന്യമുള്ള ഒരാളുണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് പോയ ചിലപ്പോൾ ഇതിനുള്ള ഉത്തരം അദ്ദേഹം വിമർശിക്കാനായിട്ടാണ് ആറടിക്കിലേക്ക് പോയത്, പരമഹംസത്തിലൊക്കെ പോയത്. അവിടെ ചെന്നപ്പം അദ്ദേഹം എന്താ ഉണ്ടായത്? അദ്ദേഹത്തിന് സ്പർശനം ഉണ്ടായി അല്ലേ? അദ്ദേഹത്തിനുണ്ടായ സഫറിങ്, ആ സഫറിങ്ങിലൂടെ അദ്ദേഹം എന്ത് ചെയ്തു? അവിടെ ചെന്നെത്തി. അദ്ദേഹം ഒന്നും വിട്ടില്ല. അദ്ദേഹം ദുഃഖത്തിലാണ് പോകുന്നത്. എന്താണ് എൻ്റെ വിഷമം? ഇപ്പൊ ശ്രീബുദ്ധൻ രാജാവായാണ് വന്നത്. അദ്ദേഹത്തിന് അവിടെ ഒരു ശൂന്യത അനുഭവപ്പെട്ടു. എന്ത്? ദുഃഖത്തിന്റെ ശൂന്യത, മരണത്തിന്റെ ശൂന്യത, ജനനത്തിന്റെ ശൂന്യത. അദ്ദേഹം രാജകീയ സുഖത്തിൽ നിന്ന് അദ്ദേഹം ആ ദുഃഖത്തിൽ നിന്ന് പോയാണ് ധ്യാനം ചെയ്ത് ഉത്തരം കിട്ടുവാനായിട്ട്. ദുഃഖം എന്ന് പറയുന്നത് മാർഗമാണ് ഈശ്വരീയ സാക്ഷാത്കാരത്തിനായിരുന്നത്. സ്വാമി വിവേകാനന്ദനെ പോലുള്ള ആൾക്കാരല്ല അതിലൂടെ കടന്നു വന്നതുകൊണ്ടാണ്. പണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഈശ്വരീയ സാക്ഷാത്കാരത്തിന് മുൻപായിട്ട് അദ്ദേഹം ഒരു ഗുരുവിന്റെ അരികിൽ ചെന്ന സമയത്ത്, ഒരു പരമഹംസന്റെ അരികിലേക്ക് എത്തിയ സമയത്ത് തന്നെ അദ്ദേഹം ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ട്. എൻ്റെ വീട്ടിൽ കുറച്ച് കടവും കാര്യങ്ങളും ഉണ്ട്, അങ്ങ് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞു കൊടുത്തത് എന്താണ്? നീ ആ ദുഃഖത്തിൽ ഇരിക്കണമെന്നാണ് പറഞ്ഞു കൊടുത്തത്. ഇപ്പൊ പല ആൾക്കാരും സ്വാമി വിവേകാനന്ദന്റെ തത്വങ്ങൾ പറയുമ്പോൾ പറയാറുണ്ട്, കാളിയെ പ്രത്യക്ഷപ്പെടുത്തിയ ആളാണ്, എന്നിട്ടും അദ്ദേഹം എത്രയോ കടത്തിലും പ്രാരാബ്ധത്തിലുമായിരുന്നു നിന്ന് പോയിരുന്നു, അസുഖത്തിൽ.
പല ആൾക്കാരും പറയും, ഗുരു ആദ്യം പറഞ്ഞു കൊടുത്ത് നിന്റെ ഏത് പ്രയാസത്തിലും നീ ആ പ്രയാസത്തിന് ഉൾക്കൊള്ളണമെന്നാണ് പറഞ്ഞു കൊടുത്തത്. അതെന്തുകൊണ്ടാണ്? നിശുദ്ധമായ ബ്രഹ്മമായതുകൊണ്ടാണ്. നിശുദ്ധമായ ബ്രഹ്മമാകുന്നത് കൊണ്ട് നിന്റെ മനസ്സിന്റെ ഒരു തരത്തിലുള്ള ഇത് നിന്നെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് അത് അർത്ഥമാക്കി കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അത്രയും ഉപാസന ദേവിയെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് പോലും അദ്ദേഹം ഒന്നും ദേവിയോട് ആവശ്യപ്പെടാനത്. അദ്ദേഹം ശുദ്ധമായ ബ്രഹ്മമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ദേവിയുടെ അരികിലേക്ക് പോയത്. അവിടെയുള്ള മാർഗത്തിലേക്കുള്ള വഴി വരുന്നത്. അപ്പോൾ പ്രയാസം എന്ന് പറയുന്നത് ഒരിക്കലും, അപ്പം ഇപ്പൊ പലപ്പോഴും കണ്ടിട്ടില്ലേ, ഈശ്വര സങ്കല്പം തന്നെ മാറി മാറി. ക്ഷേത്രത്തിൽ പോകുന്നത് പല ആവശ്യങ്ങളും നടക്കാനായിട്ടാണ് മനസ്സിന്റെ. അതല്ലല്ലോ ക്ഷേത്രത്തിന്റെ മാർഗം പോലും. പ്രയാസങ്ങളോട് പോയിട്ട് ദൈവമേ നീ എന്നിലേക്ക് വരാനാ പറയുന്നത്. എന്താ ആ ബോധം അല്ലേ, ഈശ്വരനെ ആകർഷിക്കുക എന്നാണ് പറയുന്നത്. ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നു, കൃഷ്ണ എനിക്ക് കാറുക, എനിക്ക് അമ്മേ അല്ലേ, എനിക്ക് ദുഃഖമൊന്നും മാറ്റാം, അങ്ങനല്ല. കൃഷ്ണ ആകർഷണം അല്ലേ, കൃഷ്ണൻ എന്ന് വെച്ചാൽ ആകർഷണമാണ്. എന്ത് ഈശ്വരൻ എന്ന് വെച്ചാൽ ബോധവും. നീ എന്നിലേക്ക് ആകർഷിക്കാനാ പറഞ്ഞത് എൻ്റെ ബോധത്തെ. അങ്ങനെ വേണം പോവാൻ. അവിടെ പോകുമ്പോഴേ ഇതൊന്നും അല്ലാന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ മനസ്സിലാവും. അപ്പം ചിന്തിക്കും. ഇപ്പം ഇത് കേൾക്കുമ്പോൾ പോലും പലരും ചിന്തിക്കും, ഇതെന്താ പറയുന്നത്, ഈ ദുഃഖത്തേക്ക് എങ്ങനെ നമ്മൾ മറികടക്കും, എനിക്ക് എന്തെങ്കിലും ഒരു സോഴ്സ് വേണ്ട. ഇതൊന്നും ഇത് മനസ്സിലാവണമെങ്കിൽ സാധനം വേണം. സാധനം വേണ്ടി പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാവും. ഇത് എത്രയോ അനുഗ്രഹമായിട്ടുള്ള നിമിഷങ്ങളാണുള്ളത്. അല്ലെങ്കിൽ അതിന്റെ ആ മൂല്യത്തിനെ അറിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഏറ്റവും വലിയ മഹത്തായിട്ടുള്ള കാര്യങ്ങളായിട്ടെല്ലാം തന്നെ എന്നുള്ളത്. ഇതെല്ലാം അനുഭവിച്ചറിയേണ്ട സത്യമാണ്. തീർച്ചയായും തീർച്ചയായും ഇതൊന്നും ഒരിക്കലും തെള്ളി പറയേണ്ടതല്ല. ഇതിലേക്കൊക്കെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും എളുപ്പം ദുഃഖം വരുമ്പം ഇതെല്ലാം മാറും, ഇതൊക്കെ മറികടന്ന് എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്കും പറ്റും. തെറ്റാണ്. പോസിറ്റിവിറ്റി ഏറ്റവും വലിയ നെഗറ്റിവിറ്റിയാണ്. അതല്ല അതിൻ്റെ മാർഗം. അത് അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. ഇതെൻ്റെ അനുഭവ സമ്പത്താണ് ഞാൻ പറയുന്നത്. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ചുരുക്കത്തിൽ ബ്രഹ്മത്തെ അറിയാൻ മറ്റു യാതൊരു ഉപാധികളും ആവശ്യമില്ല. മാർഗം ഞാൻ പറയട്ടെ, എപ്പോഴും ഈശ്വര സാക്ഷാത്കാരത്തിനായിട്ട് നമ്മുടെ മുന്നിലേക്ക് അവസരങ്ങൾ നിരവധി ഒഴുക്കുന്നുണ്ട്. പക്ഷെ നമ്മളായിട്ടാണ് തെള്ളി പറയുന്നത്. നമ്മളപ്പോൾ മറ്റുള്ള ആളുകളിലേക്ക് നമ്മുടെ ചിന്തവും മറ്റുള്ള വ്യക്തികളുടെ വാക്കുകളിലേക്ക് ചിന്തവും നമ്മളിലേക്ക് മാത്രം നമുക്ക് പോകില്ല. നമ്മളിലേക്ക് പോകാൻ മാർഗമായതാണ് ദുഃഖം. അപ്പം നമ്മൾ അങ്ങോട്ട് തിരിയാതെ നമ്മൾ മറ്റുള്ള വാക്കുകളിലേക്ക് ഓടിപ്പോകും. അവിടെ നമുക്ക് കിട്ടില്ല നമ്മളെ. താങ്ക് യു ഗുരുജി. നമസ്കാരം. നമസ്കാരം. നമസ്കാരം.